ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം കൊണ്ട് 2 വ്യത്യസ്തമായ സ്നാക്കുകൾ തയ്യാറാക്കിയാലോ? അതിനായിട്ട് ഞാനൊരു നേന്ത്രപ്പഴം ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള എണ്ണത്തിന് നമ്മുടെ നേന്ത്രപ്പഴം എടുക്കാം ട്ടോ. അതിനുശേഷം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതിന്റെ കറുത്ത ഭാഗം കളയണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കളഞ്ഞെടുക്കാം ട്ടോ. ഞാനിപ്പോ അത് കളയാതെ എടുത്തുന്നേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് ചെറിയ പീസായിട്ട് നമ്മുടെ ഏത്തപ്പഴമൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കാം. അതിനുശേഷം നമുക്കൊരു പാനിലേക്ക് കുറച്ച് ശർക്കര ഒന്ന് ഇട്ട് കൊടുക്കണം. അത് പാനിയൊന്നും ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് മധുരമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഉള്ള ഒരു അടിപൊളി ഐറ്റം ആട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ ഏത്തപ്പഴം അരിഞ്ഞു വെച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു ലേശം നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. അതിനുശേഷം ലേശം ചുക്ക് പൊടിച്ചതും അതുപോലെ തന്നെ നമ്മുടെ ഏലക്ക പൊടിച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം എല്ലാം കൂടി ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകണ്ട, അല്ലാത്ത രീതിക്ക് ഇതുപോലെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്ത സ്നാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങിയെടുക്കണം. നല്ലപോലെ പഴുത്ത പഴമാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ സ്നാക്ക് തയ്യാറാക്കാം. ഇപ്പൊ നമ്മുടെ പഴമൊക്കെ ഒന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. നമുക്ക് ഈ ഏത്തപ്പഴത്തിന്റെ നടുക്കുള്ള ആ കറുത്ത നാരൊക്കെ മാറ്റി കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്തത് കുറച്ച് ഗോതമ്പ് പൊടിയാണ്. പിന്നെ ഏലക്ക ചതച്ചതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലേശം ചുക്കുപൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കയുടെ പൊടിയായിട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് പാനിയൊന്നും കാച്ചാതെ നമ്മുടെ ശർക്കരയുടെ പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുവാണേ. പിന്നെ ഞാൻ നെയ്യിൽ കുറച്ച് വറുത്ത് കോരി വെച്ച നമ്മുടെ അണ്ടിപ്പരിപ്പും കപ്പലണ്ടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, മുന്തിരിങ്ങ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതൊക്കെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള അനുസരിച്ചിട്ട് നെയ്യിലൊന്ന് വറുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളതേ ഉള്ളൂ. അങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ ഇതിന് ആ നെയ്യുടെയൊക്കെ ഒരു രുചിയും കൂടെ നന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കിട്ടും. അതിനുശേഷം ഇതുപോലെ ഒന്ന് ആദ്യം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ ഏത്തപ്പഴമൊക്കെ ഒന്ന് നന്നായിട്ട് പുഴുങ്ങിയെടുത്തേക്കുന്നത് കൊണ്ട് അതിന്റെ വെള്ളമയത്തിൽ തന്നെ നമുക്ക് ഏകദേശം ഇത് നന്നായിട്ടൊന്ന് കുഴഞ്ഞു കിട്ടും കേട്ടോ. അഥവാ ഇത്തിരി കൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ലേശം തളിച്ചൊന്ന് കൊടുത്തിട്ട് ചേർത്താൽ മതി. ഒരുമിച്ച് വെള്ളം ഒഴിച്ച് കുഴയ്ക്കരുത്, കാരണം നമ്മൾ പഴം പുഴുങ്ങിയെടുത്തത് കൊണ്ടാണേ. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു വാഴയിലയിലേക്ക് ഒരു സ്പൂൺ വീതം ഇങ്ങനെ വെച്ചു കൊടുക്കാം. നമുക്കിതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കൊന്ന് മടക്കിയെടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ മൊത്തം ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റിയെടുക്കണം, കാരണം നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതല്ലേ. ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്നാക്ക് അടിപൊളിയായിട്ട് തയ്യാറായിട്ടുണ്ടാവും. അപ്പോൾ ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ചത് 2 ഏത്തപ്പഴം കൊണ്ടുള്ള സ്നാക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.